Hi friends, through this video we can handle another very simple topic, that is dishonoring of the check and also bank draft. That is also come under module 3 of banking 1 and the part here is 7. And as mentioned in my earlier videos, my request is that you must watch the previous videos from part 1 to part 6, in which you will get the whole idea about module 3 of banking 1. Okay, the interesting topic here is that what is honoring of the check. നമ്മൾ ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പം അതിൽ മെൻഷൻ ചെയ്ത ക്യാഷ് ബാങ്ക് നമ്മൾ കയ്യിൽ തരികയാണെങ്കിൽ വി ക്യാൻ സിംപ്ലി സേ എൻകാഷ്മെൻറ്റ് ഓഫ് ദ ചെക്ക് ഓർ ഹോണറിങ് ഓഫ് ദ ചെക്ക്. ചെക്കിന് ആദരിച്ചു, നമ്മൾ അതിലെ ക്യാഷ് നമുക്ക് കിട്ടി. ഓക്കെ, ആൻഡ് ക്ലോസിങ് ആൻഡ് ഓപ്പൺ ചെക്ക്, ഓൾ ദ പോയിന്റ്സ് വി ഹാവ് കവേർഡ്. ആൻഡ് ഡിസ്ഹോണറിങ് ഇറ്റ് ഈസ് ദ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഹോണറിങ്. ഡിസ്ഹോണറിങ് ഓഫ് ദ ചെക്ക് മീൻസ് നമ്മൾ ബാങ്കിൽ ചെക്ക് കൊടുത്തു, ചെക്ക് പ്രസൻറ്റ് ചെയ്തു, ആ ചെക്കിലെ ക്യാഷ് നമുക്ക് കിട്ടുന്നില്ല, ചെക്ക് നിരാകരിക്കപ്പെടുക. ദർ ആർ നമ്പർ ഓഫ് റീസൺസ് ഫോർ ദിസ് dishonoring of the check. Okay, we will discuss all these points in a simple way and see. The first point here is that what is dishonoring of the check. Okay, before that we must understand what is honoring of the check. A check is said to be honored if the banks give the amount to the payee. Who is payee? നമ്മൾ ചെക്കിൽ ക്യാഷ് സ്വീകരിക്കുന്ന വ്യക്തിയാണ് പേയി. ചെക്കിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ചെക്ക് ഈസ് ഹോണേർഡ്. ഓൺ ദി അതർ ഹാൻഡ് ഓർ കൺവേഴ്സ്ലി, ഇഫ് ദ ബാങ്ക് റെഫ്യൂസസ് ടു പേ ദ എമൗണ്ട് ടു ദ പേയി, the bank refuses or discards or not ready to pay the amount to the payee, the check is said to be dishonored. ബാങ്ക് ക്യാഷ് തരാൻ വിസമ്മതിക്കാണ് പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചെക്ക് നിരാകരിക്കപ്പെട്ടു, ഓർ my check is dishonored. Okay, in other words, dishonor of check is a condition in which bank refuses to pay the amount of check to the payee. It is often referring to bounced check. ചെക്ക് ബൗൺസ് ചെയ്തു, ചെക്ക് ചാടിപ്പോയി, അല്ലെങ്കിൽ ഡിസ്ഹോണറിങ് ഓഫ് ദ ചെക്ക്. ഓക്കെ, the important thing is that in many countries or jurisdictions, dishonoring of the check is a criminal offense. നമ്മളെ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ക്യാഷ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, അദ്ദേഹം ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്തു, അദ്ദേഹത്തിന് അതിൻ്റെ എൻകാഷ് ചെയ്യാൻ പറ്റുന്നില്ല, ക്യാഷ് കിട്ടുന്നില്ല, ചെക്ക് നിരാകരിക്കപ്പെട്ടു. he can file a case against that person. Okay, it is a criminal offense in many jurisdictions. Okay, now what are the major reasons or factors that led to dishonoring of check? That is also very important points. A banker is justified in refusing the payment of a check under the following circumstances. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെല്ലാം രീതി കൊണ്ടാണ് ഒരു ചെക്ക് ബൗൺസ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു ചെക്ക് നിരാകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഡിസ്ഹോണർ ചെയ്യപ്പെടുന്നത്. ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് കൗണ്ടർ മാൻഡിങ്. ഓക്കെ, ഇതൊക്കെ 2 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൗണ്ടർ മാൻഡിങ്, that is, it is the instruction given by the customer of a bank requesting the bank not to honor a particular check issued by him. When such an order received from a customer, the banker must refuse the payment of a check. The right to issue a countermand order is vested with the drawer only. Please underline, that is the keyword. If a check is lost, the payee has to contact the drawer immediately to issue a stop payment order. Okay, countermanding എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരാൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു, മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു. ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ചെക്ക് അത്ര എമൗണ്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അദ്ദേഹത്തിന് ആ ചെക്ക്, കാരണം അദ്ദേഹം ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ചെക്കിൽ ക്യാഷ് കിട്ടും. ഞാൻ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, ബാങ്കിൽ ആ ചെക്കിൻ്റെ നമ്പർ അടക്കം ഞാൻ ബാങ്കിനെ റിക്വസ്റ്റ് ചെയ്ത് എന്താണ്, ഈ ചെക്ക് നമ്പറിലുള്ള എമൗണ്ട് കൊടുക്കരുത്, ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ ബാങ്കിൽ ചെക്ക് സബ്മിറ്റ് ചെയ്താലും എന്ത് ചെയ്യും, ആ ചെക്ക് ഹോണർ ചെയ്യില്ല, ഡിസ്ഹോണർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ കേസുകൾ, ഇപ്പോൾ പേയ് എന്ന് പറയുന്ന, ഇപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ കയ്യിൽ നിന്ന് ചെക്ക് നഷ്ടപ്പെട്ടു, ഒരു ഓപ്പൺ ചെക്കാണെന്ന് വിചാരിക്കുക. മുഹമ്മദിന് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ടർ മാൻഡിങ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയും, എന്നോട് റിക്വസ്റ്റ് ചെയ്യും, ഞാൻ ഉടനെ തന്നെ ബാങ്കിനെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും.
ഓക്കെ, സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ കൊടുത്താൽ പിന്നെ ബാങ്ക് ഒരിക്കലും എന്തെങ്കിലും ആ ചെക്ക് എൻകാഷ് ചെയ്യില്ല. ദ സെക്കൻഡ് ഫാക്ടർ ഈസ് ദാറ്റ് റെസിപ്റ്റ് ഓഫ് നോട്ടീസ് ഓഫ് ഡെത്ത് ഓഫ് എ കസ്റ്റമർ. ചെക്ക് ഇഷ്യൂ ചെയ്ത ആൾ മരണപ്പെടുക. തേർഡ് വൺ, റെസിപ്റ്റ് ഓഫ് ദ നോട്ടീസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് എ കസ്റ്റമർ. ബാങ്ക് ചെക്ക് ഇഷ്യൂ ചെയ്ത ഡ്രോയർ പാപ്പരാവുക. ഫോർത്ത് വൺ, റെസിപ്റ്റ് ഓഫ് ദ നോട്ടീസ് ഓഫ് ഇൻസാനിറ്റി ഓർ മാഡ്നസ് ഓഫ് എ കസ്റ്റമർ. ബുദ്ധിഭ്രമം സംഭവിക്കുക, അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി വരിക, അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴും അങ്ങനെ ഒരു ബാങ്കിന് നോട്ടീസ് കിട്ടിയാൽ മരണപ്പെടുക, അതേപോലെ പാപ്പരാവുക, അതേപോലെ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാതൊക്കെ വരുന്ന സമയം നോട്ടീസ് കിട്ടിയാൽ ബാങ്ക് എന്ത് ചെയ്യും, അതിനുശേഷം ഇഷ്യൂ ചെയ്യുന്ന ചെക്കൊക്കെ ഡിസോണർ ചെയ്യും. നെക്സ്റ്റ് വൺ, റെസിപ്റ്റ് ഓഫ് ദ നോട്ടീസ് ഓഫ് ഗാർണിഷ് ഓർഡർ. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗാർണിഷ് ഓർഡർ ഈസ് എൻ ഓർഡർ ഇഷ്യൂഡ് ബൈ എ കോർട്ട് അറ്റാച്ചിങ് ദ ഫണ്ട്സ് ഓഫ് കസ്റ്റമർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ബാങ്കർ. ഓക്കെ, കോടതി ഇഷ്യൂ ചെയ്യാണ് പെർട്ടിക്കുലർ കസ്റ്റമറുടെ ബാങ്ക് ബാലൻസ് അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തു, കോടതി ഏറ്റെടുത്തു. പല ഇഷ്യൂസും പല കാരണങ്ങൾ കൊണ്ടാവാം, പല രീതിയിൽ ആവാം. The next one, forged or fake signature on the check. That is also very important. If the signature is absent or the signature in the check does not match with the specimen signature kept by the bank. നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പെസിമെൻ സിഗ്നേച്ചർ കൊടുക്കും. പക്ഷേ നമ്മൾ ഇഷ്യൂ ചെയ്ത ചെക്കിൽ ഡ്രോയറുടെ സിഗ്നേച്ചറിന് ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്, ജെന്യുവൻ അല്ല, ഫേക്ക് ആണെന്നൊക്കെ തോന്നിയാൽ ബാങ്ക് എന്ത് ചെയ്യും, ആ ചെക്ക് ഡിസോണർ ചെയ്യും. നെക്സ്റ്റ് വൺ, outdated check or stale check. We have discussed anti-dated check, post-dated check. ആ സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് outdated or stale check. കാരണം എന്താ, ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, 3 മാസമാണ് ഇപ്പോഴത്തെ കാലാവധി, ആ 3 മാസത്തിൻ്റെ ഉള്ളിൽ ചെക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെക്ക് എന്ത് ചെയ്യും, നിരാകരിക്കപ്പെടും. ഓക്കെ, 3 മാസമാണ്, പണ്ടെത്ര ആയിരുന്നു, 6 മാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇന്ത്യയിൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ ആ ചെക്ക് സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. നിങ്ങൾക്കറിയാം, ദ ഹോൾഡർ ഓഫ് സച്ച് ചെക്ക് ഷുഡ് വെയിറ്റ് ഫോർ ദ സ്പെസിഫൈഡ് ഡേറ്റ് വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ ദ ചെക്ക്. അതർവൈസ് ദ ഹോൾഡർ ഫേസസ് ദ ഡിസ്ഹോണറിങ് ഓഫ് ദ ചെക്ക്. ഞാൻ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് 5th മാർച്ചിനാണ്, പക്ഷേ ഞാൻ ചെക്കിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് 15 മാർച്ചാണ്. അങ്ങനെയാണെങ്കിൽ 15-ന് മുമ്പ് ആ ചെക്ക് സബ്മിറ്റ് ചെയ്താൽ ഒരു കാരണവശാലും എന്തെങ്കിലും ബാങ്ക് ഹോണർ ചെയ്യില്ല, ക്യാഷ് കൊടുക്കില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഡ്രോയർ ഫെയിൽസ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ ബാലൻസ് ഇൻ ദ കൺസേൺ ബാങ്ക് അക്കൗണ്ട്. ഡ്രോയർ ചെക്ക് ഇഷ്യൂ ചെയ്ത ആൾ പേ പോയിട്ട് ചെക്ക് സബ്മിറ്റ് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ അക്കൗണ്ട് ചെക്ക് നിരാകരിക്കപ്പെടും. ദാറ്റ് ഈസ് ഇഫ് ദ ഫണ്ട് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു മീറ്റ് ദ പേയ്മെൻറ്റ് ഓഫ് ദ ചെക്ക്. എൻ്റെ അക്കൗണ്ടിൽ 50,000 രൂപയുണ്ട്, പക്ഷേ ഞാൻ ഇഷ്യൂ ചെയ്ത ചെക്ക് 1 lakhൻ്റെ ആണ്. ആ ചെക്ക് എത്തിയാൽ ഒരു കാരണവശാലും എന്തെങ്കിലും ബാങ്ക് ക്യാഷ് കൊടുക്കില്ല. നെക്സ്റ്റ് വൺ, ദ നെയിം ഓഫ് ദ പേ ഈസ് ആബ്സെൻറ്റ് ഓർ നോട്ട് ക്ലിയർലി റിട്ടൺ എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഓർഡർ ചെക്ക്. ബയറൽ ചെക്ക് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഓർഡർ ചെക്കാണ്, പക്ഷേ അതിൻ്റെ പേയിൻ്റെ പേര് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ എഴുതാൻ മറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലിയർ അല്ല, അങ്ങനെ വന്നാലും ഡിസോണർ ചെയ്യും. നെക്സ്റ്റ് വൺ, ഫ്രീസിംഗ് ഓഫ് ഡ്രോയേഴ്സ് അക്കൗണ്ട് ബൈ ഗവൺമെൻറ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇഫ് ദ കോർട്ട് ഓഫ് ലോ ഹാസ് ഗിവൺ ആൻ ഓർഡർ ടു ദ ബാങ്ക് ടു സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓൺ ദ ചെക്ക്. ഗവൺമെൻറ് എടുക്കുന്ന നടപടി ഫ്രീസ് ചെയ്യുക, മരവിപ്പിക്കുക. ആ രീതിയിൽ ഇപ്പോൾ പല ഇഷ്യൂസ്, പല കാരണങ്ങൾ കേസിൽ പെടുക, ടെററിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല മാറ്റേഴ്സ്, വേറെ പല രീതിയിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, കേസ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഗവൺമെൻറ് ഓർഡർ ചെയ്യും, കോടതി അറ്റാച്ച് ചെയ്യും. ഓക്കെ, the next one, checks with material alterations like alteration of the date of the check and amount of the check, etc. It may be termed as mutilated checks. ചെക്കിൽ നമ്മൾ കൃത്യമായിട്ട് ഡേറ്റ് മാറ്റുക, അല്ലെങ്കിൽ എമൗണ്ടിൽ മാറ്റുക, അത് അല്ലെങ്കിൽ വേർഡ്സിൽ 10,000 ഓൺലിയാണ്, പക്ഷേ ന്യൂമറിക്കൽ നോക്കുമ്പോൾ 1 lakh ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ചെക്ക് നിരാകരിക്കപ്പെടും. നെക്സ്റ്റ് വൺ, ദ ഡ്രോയർ ഹാസ് ക്ലോസ്ഡ് ദ അക്കൗണ്ട് ബിഫോർ പ്രസൻറ്റിങ് ദ ചെക്ക്. നമ്മൾ ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഡ്രോയർ ആ ബാങ്കിലുള്ള അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടാണെങ്കിലും ചെക്ക് എന്ത് ചെയ്യും, ഡിസ്ഹോണർ ചെയ്യപ്പെടും. ഓക്കെ, ഈ കാരണങ്ങളൊക്കെയാണ് എന്ത്, ഒരു ബാങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്ത ചെക്ക് നിരാകരിക്കപ്പെടാനുള്ള സാധ്യത. അപ്പോൾ വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് ഡിസ്ഹോണറിങ് ഓഫ് ദ ചെക്ക് ആൻഡ് ഓൾസോ ഹാൻഡിൽഡ് വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിസ്ഹോണറിങ് ഓഫ് ദ ചെക്ക്. ഓക്കെ, ഇനി മൊഡ്യൂൾ 3-ലെ അവസാനത്തെ ഒരു പാർട്ട് ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഏരിയയാണ്. വെരി സിമ്പിൾ ടോപ്പിക്. എ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് എ പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് എ പേയി ദാറ്റ് ഈസ് guaranteed by the issuing bank. Once it has been confirmed that sufficient funds are available, the bank effectively sets aside the funds from the person's account to be given out when the bank draft is used. In simple words, a draft ensures the payee a secure form of payment. Okay? And the payee's bank account balance will be decreased by the money withdrawn from the account.
Bank drafts are commonly used by banks in dealings with other banks or when a creditor or seller is unwilling to accept an ordinary check from a debtor or buyer in another city or country. When a customer, that is the drawer, requests a draft, the bank withdraws the amount of the draft from his or her account and holds it to honor the draft on its presentment by the drawee. Because in normal circumstances, a draft is certain to be paid, it is generally accepted as a ക്യാഷ് ഇക്വിവാലൻറ്റ്. ഓക്കെ, വെരി സിമ്പിൾ ടോപ്പിക്കാണ്. ബാങ്ക് ഡ്രാഫ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. പലപ്പോഴും ബാങ്ക് ഡ്രാഫ്റ്റാണ് പല പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും മൊഡ്യൂൾ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 1 to പാർട്ട് 7 ഡിഫറെൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞു, മണി മാർക്കറ്റ്, അതിന് ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞു, അതിന് കമ്പോണൻസ് പറഞ്ഞു, അതേപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അത് promissory note we have discussed treasury bill and commercial paper and also certificate of deposit. Money market we have discussed call money market, bill of exchange market, treasury bill market and also commercial paper market, certificate of deposit market and so on. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ വളരെ വിശദമായിട്ട് അനലൈസ് ചെയ്യുക, ഷോർട്ട് നോട്ട് കളക്ട് ചെയ്യുക, എലാബറേറ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും ബാങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യുക. യു ക്യാൻ ആൾസോ റെഫർ ടു മൈ ബുക്ക് ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ, ദാറ്റ് ഈസ് ബാങ്കിങ് 1 ആസ് പെർ ദ ലേറ്റസ്റ്റ് റിവൈസ്ഡ് സിലബസ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ മലയാളം and also in English. That is very useful for you. It is purely based on university syllabus and I have framed that book holistically for your examinations as well as competitive examinations. You can subscribe my YouTube channel, that is Naushad Sengudan, and I hope all these videos are very beneficial for you. It will help you to get maximum marks in your university examinations. And you can also visit my website naushadchengodan.in, and all the very best for your coming examinations and so on. Okay, thank you so much.